നമസ്കാരം. ലഹരിയുടെ കരാളഹസ്തങ്ങൾ ഒരു കുടുംബത്തെ കൂടി തകർത്തെറിഞ്ഞപ്പോൾ ആ ഗ്രാമം ഞെട്ടലിലാണ്. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കേളകം കോളക്കാട് താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയെ മകൻ ക്രിസ്റ്റി കൊലപ്പെടുത്തുകയായിരുന്നു. നാടിന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകയായിരുന്നു ഗീതമ്മ. ഗീതമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ക്രിസ്റ്റി വിളിച്ചത് കോഴിക്കോട്ടുള്ള സഹോദരിയായിരുന്നു. സഹോദരി പറഞ്ഞതനുസരിച്ചാണ് വീട്ടിലെത്തിയ ബന്ധുക്കൾ ഗീതമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണത്തണ്ണയ്ക്ക് സമീപം ആയോത്തുംചാലിൽ നിർമ്മിക്കുന്ന റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി പിതാവ് തങ്കച്ചൻ രാവിലെ പുറത്തു പോയിരുന്നു. തങ്കച്ചൻ തിരിച്ചു വരുന്നതിനായി ക്രിസ്റ്റി കാത്തിരുന്നു. അതേസമയം അച്ഛനെയും കൊലപ്പെടുത്താൻ ക്രിസ്റ്റി തീരുമാനിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ക്രിസ്റ്റി ഗീതമ്മയെ കൊലപ്പെടുത്തുന്ന സമയത്ത് തങ്കച്ചന്റെ വൃദ്ധയായ മാതാവ് ഏലിക്കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. 90 വയസ്സ് പ്രായമുള്ള ഏലിക്കുട്ടിയെ അവരുടെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഗീതമ്മയുമായി വഴക്കുണ്ടാക്കിയത്. സംഭവമറിഞ്ഞ ക്രിസ്റ്റിയുടെ പിതാവ് തങ്കച്ചന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ബന്ധുവീട്ടിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ഗീതമ്മയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയുമായാണ് ക്രിസ്റ്റി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് സ്റ്റേഷനിൽ ശാന്തനായിട്ടായിരുന്നു ക്രിസ്റ്റി പെരുമാറിയത്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു സംസാരം. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് നാട്ടിലെത്തിയത്. കുറച്ചുകാലം വിദേശത്തായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മടങ്ങി വന്ന ശേഷം വീണ്ടും പലയിടങ്ങളിൽ ചുറ്റി നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വെള്ളിയാഴ്ച രാത്രി 10:30-ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ലഹരി മരുന്നിന് അടിമയായ ക്രിസ്റ്റി ഇത് വാങ്ങാനായി ഗീതമ്മയോട് പണം ആവശ്യപ്പെട്ട് നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയും പണത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി. ഒടുവിൽ ആസൂത്രിതമായി കരുതിവെച്ച കൊലക്കത്തിയുമായി ക്രിസ്റ്റി അമ്മയെ ആക്രമിക്കുകയായിരുന്നു. കിടപ്പുമുറിയിൽ വെച്ച് ക്രൂരമായി കഴുത്തറുത്താണ് ഗീതമ്മയെ കൊലപ്പെടുത്തിയത്. ഈ സമയം ഗീതമ്മയുടെ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മയുടെ മരണം ഉറപ്പാക്കിയ ശേഷം വീട്ടിൽ തന്നെ തങ്ങിയ ക്രിസ്റ്റി പിന്നീട് സമീപവാസിയായ സുഹൃത്തിനെ വിളിച്ചു വരുത്തി. തുടർന്ന് സുഹൃത്തിന്റെ സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് നാട്ടിലെത്തിയത്. ലഹരി മരുന്നിന് അടിമയായ ഇയാൾ പണം കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തനാവുകയും വീട്ടിൽ ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഗീതമ്മയുടെ ദാരുണമായ അന്ത്യത്തോടെ മികച്ചൊരു പൊതുപ്രവർത്തകയാണ് പേരാവൂർ മണ്ഡലത്തിന് നഷ്ടമായത്. മഹിളാ മോർച്ചയുടെയും BJPയുടെയും മലയോരത്തെ സജീവ മുഖമായിരുന്നു ഗീതമ്മ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി പൈലി വാധ്യാട്ടിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. കോളക്കാട് മൊണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും തയ്യൽ കടയും നടത്തിയിരുന്ന ഗീതമ്മ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുമായിരുന്നു.